അപ്പോൾ രഞ്ജിത്ത്, ആദ്യത്തെ സെലിബ്രിറ്റി അത് കട്ട് ചെയ്യാം, ഒരു പേര് കട്ട് ചെയ്യാം. കാരണം മധു ബാലകൃഷ്ണൻ താനില്ല എന്നുള്ള കാര്യം BJP നേതാക്കളോട് പറഞ്ഞിരിക്കുന്നു. താൻ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധു ബാലകൃഷ്ണൻ ഉണ്ടാകില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ പല സെലിബ്രിറ്റികളെയും BJP സമീപിക്കുന്നുണ്ട്. അതിൽ മധു ബാലകൃഷ്ണന്റെ പേര് തൃപ്പൂണിത്തറയിലേക്കാണ് പരിഗണിച്ചിരുന്നത്. അദ്ദേഹം ഒരു ഫൈനൽ കോൾ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് നമുക്ക് BJP എന്ന് മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു BJP നേതാക്കളോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. അദ്ദേഹം ഇല്ല, BJP നേതാക്കൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു എന്ന കാര്യവും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ മത്സരത്തിനില്ല എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു പറയുന്നു. നേരത്തെ സ്മൃതി ചോദിച്ചത് ഈ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ചാണ്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വരുമ്പോൾ അവരെ ഒരു പക്ഷേ മത്സരത്തിനൊന്നും ഇല്ല എന്ന മട്ടിൽ തന്നെയാണ് BJPയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഗവർണർ പോസ്റ്റ് പോലുള്ള എന്തെങ്കിലും പോസ്റ്റുകൾ, അത്തരത്തിലുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓഫറുകളോ മാത്രമായിരിക്കണം പത്മജയെ BJPയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവാനുള്ള കാരണം. ഏതായാലും ഈ ഘട്ടത്തിൽ പത്മജ വേണുഗോപാൽ റിപ്പോർട്ടർ TVയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമെടുത്ത ബൈറ്റിനകത്ത് അവർക്ക് തൃശ്ശൂരിനോടുള്ള ഒരു താല്പര്യത്തെക്കുറിച്ച്. തൃശ്ശൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ മത്സരിക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് പത്മജ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. സ്വാഭാവികമായിട്ടും BJPയും പത്മജയെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കരുണാകരന്റെയൊക്കെ വീടൊക്കെയുള്ള ആ പാരമ്പര്യമൊക്കെ അവകാശപ്പെടാൻ പറ്റുന്ന തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ, അവിടുത്തെ ക്രിസ്ത്യൻ ഈഴവ വോട്ട് ബാങ്ക് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വോട്ട് ബാങ്കിനെയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് പത്മജ വേണുഗോപാലിനെ BJP തൃശ്ശൂരിൽ പരിഗണിക്കുന്നത്. കരുണാകരന്റെ സ്വന്തം ഇടം എന്ന നിലയ്ക്ക് തൃശ്ശൂർ ഒരു കാലത്തായിരുന്നെങ്കിലും പിന്നീട് കരുണാകരനെയും പത്മജയെയും സഹോദരൻ മുരളീധരനെയും ഒക്കെ തടഞ്ഞ ഒരു ചരിത്രം കൂടി തൃശ്ശൂരിനുണ്ടല്ലോ. തീർച്ചയായിട്ടും തൃശ്ശൂർ അത്ര ഒരു ഭാഗ്യമുള്ള ഇടമായിട്ട് കരുണാകരനും മക്കൾക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്കുകളൊക്കെ പലപ്പോഴും ഈ പലരെയും ചതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പത്മജ വേണുഗോപാലും ഒരിക്കൽ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു പക്ഷേ BJPയുടെ പിന്തുണയോടുകൂടി സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം നൽകിയ മണ്ഡലം എന്ന അർത്ഥത്തിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലം എന്ന അർത്ഥത്തിൽ BJPക്ക് സാധ്യതയുണ്ട്. കാരണം BJPക്ക് വോട്ട് ചെയ്യാൻ അവിടുത്തെ ആളുകൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ മടിയില്ല എന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതുകൊണ്ട് ആ വോട്ടുകൾ പത്മജ വേണുഗോപാലിലേക്ക് വന്നെത്തുമോ എന്നുള്ളതായിരിക്കും BJP ഇവിടെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പത്മജയെ തൃശ്ശൂരിൽ ഇറക്കാം എന്ന് BJP തീരുമാനിക്കുന്നത്. ശരി, തൃശ്ശൂരിൽ ഇതാദ്യമായി BJP അക്കൗണ്ട് തുറന്നുകൊണ്ട് അവിടെ MP ആയി സുരേഷ് ഗോപി എത്തി എന്നുള്ളത് കൂടിയാണ് തൃശ്ശൂർ സംബന്ധിച്ച BJPയുടെ വലിയ പ്രതീക്ഷ എന്നുള്ളതാണ്.